ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഐസ്ക്രീമാണ്, വാനില ഐസ്ക്രീം. ഇതിപ്പം അമൂൽ ഐസ്ക്രീമിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവറിൽ വരുന്ന ഐസ്ക്രീമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പം തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ബീറ്ററൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് മിക്സിയിലാണ് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പറയില്ല ഇത് നമ്മൾ വീട്ടിൽ മിക്സിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐസ്ക്രീമാണെന്ന്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാനില ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വാനില ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ, തീരെ ലോ ഫ്ലെയിമിൽ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം തിളച്ച് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വറ്റിയെന്ന് പറഞ്ഞാൽ ഇതിപ്പം കണ്ടൻസ്ഡ് മിൽക്ക് ആയിട്ടുമില്ല, എന്നാൽ പാലുമില്ല, അങ്ങനത്തെ ഒരു പരുവത്തിലാണുള്ളത്. അപ്പം അത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അധികം ആവരുത് കേട്ടോ, അധികമായാൽ ഒരു വല്ലാത്തൊരു കുത്തലുണ്ടാവും. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഒരു 2 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചാൽ മതി. അതിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. മധുരമല്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പം നേരത്തെ പാലിലിട്ട പഞ്ചസാരയിൽ 1/4 കപ്പിന് പകരം 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ആദ്യം ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് ഹൈ സ്പീഡിലേക്ക് ആക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പം ഒരു 20 സെക്കൻഡ് അടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അതിപ്പോൾ തുറന്നു നോക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങ് കട്ടിയായിട്ടില്ല, എന്നാൽ കുറച്ചൊരു ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അടിക്കുന്ന സമയത്ത് അതിൻ്റെ ബ്ലേഡിൻ്റെ സൗണ്ട് അങ്ങ് മാറും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അതായത് നമ്മുടെ ക്രീം കുറച്ച് തിക്കായിട്ട് വരുന്ന സമയത്ത് മിക്സിയുടെ ബ്ലേഡ് കറങ്ങാൻ പറ്റാത്ത ഒരു സൗണ്ടായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇതിപ്പം നല്ല അത്യാവശ്യം തിക്കായിട്ടുണ്ട്. ഒത്തിരി അങ്ങ് തിക്കായിട്ടില്ല. കുറച്ചുകൂടെ സമയം ഒന്നുകൂടെ അടിക്കുകയാണെങ്കിൽ കുറേ കൂടെ തിക്കാവും. നമ്മൾ കേക്കിലൊക്കെ ക്രീം ചെയ്തെടുക്കുന്ന ആ ഒരു പരുവത്തിലാവും. ഇതിപ്പം അത്രയും ആവരുത്. ഐസ്ക്രീമിന് അത്രയും അങ്ങ് സ്റ്റിഫ് ആവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. ഇപ്പോൾ ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ കൊണ്ട് ചെയ്താൽ മതി. ബീറ്റർ കൊണ്ട് ചെയ്യുകയാണെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നല്ല സ്റ്റിഫ് പീക്കാവുന്ന വരെ ഒന്നും അടിക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നിർത്തണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടില്ല. ഐസ്ക്രീം ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവണം. ആ സമയത്ത് അങ്ങനെ അത്രയും തിക്കാക്കി കഴിഞ്ഞാൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ മെൽറ്റ് ആവാതെ അങ്ങനെ തന്നെ ഇരിക്കും. കഴിക്കുമ്പോഴാണേലും ആ ഒരു ടെക്സ്ചറിൻ്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തണുത്ത നമ്മുടെ മിൽക്ക് മിക്സ്, വാനില എസൻസ് ഒക്കെ ചേർത്ത മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. അതൊഴിച്ചിട്ട് നമുക്ക് പ്രസ് ബട്ടൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് മിക്സ് ആക്കിയാൽ മതി. ഒരുപാട് സമയമൊന്നും അടിക്കരുത്. ആ പ്രസ് ബട്ടൺ വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് മതി. അത് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒഴിച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ അല്ലെങ്കിൽ ക്ലിങ് ഫിലിമോ ഉണ്ടെങ്കിൽ അതതിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ട് അടച്ചു വെച്ചാലും മതി. ഇപ്പോൾ ഫ്രിഡ്ജിൽ ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കാം. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോഴേ നന്നായിട്ട് സെറ്റായി വരുള്ളൂ. നമ്മുടെ ചിക്കൂസ് ഡൈൻ ചാനലിൽ ഇതുപോലത്തെ ധാരാളം ഈസി റെസിപ്പീസ് ഉണ്ട്. കാണാത്തവർ കാണാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇതിപ്പം ഓവർനൈറ്റൊക്കെ വെച്ച് നല്ല തണുത്തിരിക്കുന്ന ഐസ്ക്രീമാണ്, വാനില ഐസ്ക്രീം. നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ലത്. ഇത് നമുക്ക് എടുക്കാം. ഇനി ഞാൻ എടുക്കാൻ പോവാണേ. അപ്പോൾ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഐസ്ക്രീം കപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കണ്ടോ, ആ ഒരു എന്താ പറയുക, നല്ലൊരു ഐസ്ക്രീമിൻ്റെ തന്നെ കറക്റ്റ് ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഒരു സ്കൂപ്പും കൂടെ എടുത്തിട്ട് കൊടുക്കുകയാണ്. ഞാനൊരു ചെറിയുടെ നടുക്ക് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എടുക്കാം, കഴിക്കട്ടെ. എന്താ പറയുക, അടിപൊളി. അടിപൊളിയെന്ന് വെച്ചാൽ അമൂൽ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന അതേപോലെ ഉണ്ട്. അതേ ഒരു ടേസ്റ്റാണ്, അതേ ഒരു ടെക്സ്ചറാണ്. ഇതിപ്പം വീട്ടിലുണ്ടാക്കിയതാണെന്നൊന്നും പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ.
എത്ര പെട്ടെന്നാണ് കഴിഞ്ഞ. ആ ടെക്സ്ചർ വൈസ് ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും മധുരമൊക്കെ പാകമാണ്. കറക്റ്റ് ആ ഒരു വാനിലേൻ്റെ ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവർ ഉണ്ട്. കറക്റ്റ് ആ ഒരു അമൂൽ ഐസ്ക്രീം കഴിക്കുന്ന അതേ ഫീലിംഗ് ആണല്ലോ കേട്ടോ. ഒരു സംശയം വേണ്ട, തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിച്ചു തുടങ്ങിയ നിർത്താനേ തോന്നില്ല. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. വാനില ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവർ പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല വാനില ഐസ്ക്രീം, പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീമാണിത്. ശരിക്കും നിർത്താൻ തോന്നില്ല കേട്ടോ. കഴിച്ചു തുടങ്ങിയാൽ കഴിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു 3 പേർക്കൊക്കെ കഴിക്കാനുള്ള ഐസ്ക്രീമാണ് കേട്ടോ അതുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ചൂട് കാലമാണ് വരുന്നത്. അപ്പം ഈ ചൂട് കാലത്ത് ഐസ്ക്രീമൊക്കെ കഴിക്കാനും ഇപ്പോൾ പുറത്തുനിന്നൊക്കെ കഴിക്കാനൊക്കെ എല്ലാവർക്കും മടിയായിരിക്കും, കൊറോണയൊക്കെ ഉള്ളതുകൊണ്ട്. വീട്ടിൽ തന്നെ അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം. അമൂൽ ഐസ്ക്രീമിൻ്റെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് അമൂൽ ഐസ്ക്രീം. അപ്പോൾ ആ ഒരു ഫ്ലേവറിൽ തന്നെ നമുക്ക് വീട്ടിൽ നല്ല ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.